രണ്ട് മോഹൻലാൽ സിനിമയുടെ കിഡിലൻ അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്തേക്ക്. ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again. ഇത് സ്വപ്ന തുല്യമായ നിമിഷം. പറഞ്ഞതാരാണെന്ന് കേൾക്കണ്ടേ? നടനും സംവിധായകനുമായ അനൂപ് മേനോൻ മോഹൻലാലിനെ നായകനാക്കി സിനിമ സംവിധാനം ചെയ്യുന്നു എന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു. മോഹൻലാൽ ആരാധകർക്ക് അതത്ര രസിച്ചിട്ടില്ലായിരുന്നു എന്നത് ഒരു ചെറിയ സത്യം മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ചിത്രത്തിൻ്റെതായി പുറത്തുവരുന്ന പുതിയ അപ്ഡേറ്റുകൾ പറയുന്നത് ചിത്രം കാത്തിരിക്കാനുള്ളൊരു സംഭവം തന്നെയുണ്ടെന്നാണ്. പ്രണയവും സംഗീതവും പശ്ചാത്തലമായുള്ള സിനിമയായിരിക്കും ഇത് എന്നാണ് സൂചന. ഇപ്പോൾ ഈ സിനിമയിലേക്ക് സംഗീത സംവിധായകൻ ഹിഷാം അബ്ദുൾ വഹാബ് ഭാഗമാവുകയാണ്. ഹൃദയം സിനിമയിലെ ദർശന എന്ന ഗാനത്തിലൂടെ ശ്രദ്ധേയനായ സംഗീത സംവിധായകനാണ് ഹിഷാം തന്നെയാണ് സിനിമയുടെ ഭാഗമാവുന്നതായി സമൂഹ മാധ്യമങ്ങളിൽ അറിയിച്ചത്. ഒരു മോഹൻലാൽ സിനിമയുടെ ഭാഗമാവുക എന്നത് സ്വപ്നതുല്യമായ നിമിഷമാണെന്നും ഏറ്റവും മികച്ചത് നൽകാൻ താൻ ശ്രമിക്കുമെന്നും ഹിഷാം സിനിമ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. സിനിമയെക്കുറിച്ച് ഒന്നും സംസാരിക്കാനായിട്ടില്ല എങ്കിലും ഇന്ത്യൻ സംഗീതത്തിൻ്റെ വിവിധ വശങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിനായി പരീക്ഷണങ്ങൾക്ക് ധാരാളം സാധ്യതകളുണ്ട്. അതിനായി കുറഞ്ഞത് 6 മാസത്തെ തയ്യാറെടുപ്പുകൾ വേണമെന്നും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ മാസം മോഹൻലാൽ തന്നെയാണ് സിനിമയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. തിരുവനന്തപുരം, കൊൽക്കത്ത, ഷിലോങ് എന്നിവിടങ്ങളിൽ ചിത്രീകരിക്കുന്ന ഈ സിനിമ പ്രണയത്തിലൂടെയും ആഗ്രഹത്തിലൂടെയും സംഗീതത്തിലൂടെയുമുള്ള ഒരു യാത്രയായിരിക്കുമെന്ന് മോഹൻലാൽ കുറിച്ചിരുന്നു. മികച്ച പിന്നണി പ്രവർത്തകർ അണിനിരക്കുന്ന ഈ ചിത്രത്തിൻ്റെ കഥ തൻ്റെ ഹൃദയത്തോട് ഏറെ അടുത്തു നിൽക്കുന്നതാണെന്നും അന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു. കാത്തിരിക്കാം, നമുക്ക് ആത്മാർത്ഥമായിട്ട് കാത്തിരിക്കാം ഒരു കിഡിലൻ ഫീൽ ഗുഡ് പടത്തിനായി, അനൂപ് മേനോൻ പടത്തിനായി. ഒരുപാട് കാലമായി മോഹൻലാലിൻ്റെതായി ഒരു ഫീൽ ഗുഡ് ചിത്രം നമ്മൾ കണ്ടിട്ട് അല്ലേ? മോഹൻലാൽ, ശോഭന എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന പുതിയ ചിത്രമാണ് തുടരും. ഏറെ നാളുകൾക്ക് ശേഷം മോഹൻലാലിൻ്റെ റിയലിസ്റ്റിക് കഥാപാത്രത്തെ സിനിമയിൽ കാണാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ആ പ്രതീക്ഷയ്ക്ക് മുട്ടൻ പണിയുമായിട്ടാണോ വന്നിരിക്കുന്നത്? ആരാണെന്നായിരിക്കും അല്ലേ? വേറെ ആരുമല്ല, തമിഴിൽ നിന്ന് നമ്മുടെ സൂര്യ അണ്ണൻ, കൂടെ കാർത്തിക് സുബരാജുമുണ്ട്. മെയ് 2-നായിരിക്കും തുടരും തിയേറ്ററുകളിലെത്തുക എന്നാണ് പുതിയ റിപ്പോർട്ട്. സൂര്യ കാർത്തിക് സുബരാജ് ചിത്രം മെയ് 1-നാണ് എത്തുക. ഇതോടെ ബോക്സ് ഓഫീസിൽ ഒരു മോഹൻലാൽ സൂര്യ ക്ലാഷ് ഉണ്ടാകുമെന്നാണ് സൂചന. എന്നാൽ ഇതിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. മോഹൻലാൽ, ശോഭന 20 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് തുടരും. 2024 ജോഷി സംവിധാനം ചെയ്ത മാമ്പഴക്കാലത്തിലൂടെയാണ് ഇരുവരും അവസാനമായി ജോഡികളായി എത്തിയത്. 2009 റിലീസ് ചെയ്ത സാഗർ ഇലിയസ് ജാക്കി എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. ഒരു ഫാമിലി ഡ്രാമ സ്വഭാവത്തിലൊരുങ്ങുന്ന തുടരും എന്ന സിനിമയിൽ ഒരു സാധാരണ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. ചിത്രത്തിലെ നടന്റെ കഥാപാത്രത്തെ കണ്ടപ്പോൾ ഭ്രമരത്തിലെ മോഹൻലാലിനെ ഓർമ്മ വന്നു, നമ്മുടെ ശിവൻകുട്ടിയെ. ഇത് പറഞ്ഞത് ഞാനല്ല, സിനിമയുടെ ഛായാഗ്രാഹകനായ ഫായിസ് സിദ്ദിഖാണ്. അതുപോലൊരു കിടിലൻ കഥാപാത്രം തന്നെ കാണാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.